ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ അസ്മാഉൽ ഇഷാറ ഏതൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അസ്മാഉൽ ഇഷാറ നിങ്ങൾ കൂടുതലായിട്ടും കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഹാദ, ഹാദിഹി, ദാലിക്ക, തിൽക്ക, അതാണ് കോമൺ ആയിട്ട് വരുന്ന അസ്മാഉൽ ഇഷാറ. ഓക്കെ, ഹാസ, ഹാസിഹി പറഞ്ഞാൽ ദിസ്സിനെയാണ് ഹാസ, ഹാസിഹി എന്ന് പറയുന്നത്. ഇത് എന്നുള്ളതിനാണ് ഹാസ, ഹാസിഹി എന്ന് യൂസ് ചെയ്യണത്. ഓക്കെ, നമുക്ക് ഒരാളാണെങ്കിൽ ഹാസ വലതുൻ, ദിസ് ഈസ് എ ബോയ് എന്ന് പറയാം. ഒരു പെണ്ണാണെങ്കിൽ ഹാസിഹി ബിന്തുൻ, ദിസ് ഈസ് എ ഗേൾ എന്നും പറയാം. കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് ഹാ ഉലായി. ഓക്കെ, ഹാ ഉലായി ഔലാദുൻ, ഹാ ഉലായി ബനാത്തുൻ. അത് കുറേ പേരുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യണതാണ് ഹാ ഉലായി. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ബാക്കി നിങ്ങൾക്ക് അറിയണ കാര്യമായിരിക്കും, എങ്കിലും ഒന്നുകൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഹാസ പറഞ്ഞാൽ ദിസ്, ഹാസിഹി ദിസ് തന്നെയാണ്. ഹാ ഉലായി എപ്പോഴാണ് യൂസ് ചെയ്യുക? കുറേ പേരുള്ള സന്ദർഭത്തിലാണ് യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് ഈ ഹാസിഹി വരുന്ന കേസിൽ ഈ ഹാത്താവിൽ അവസാനിക്കുന്ന എല്ലാ വേർഡ്സിൻ്റെ മുന്നേ ഏതാ വരിക? ഹാസിഹിയാണ് വരിക. അവിടെ ഒരിക്കലും ഹാസ എന്ന് യൂസ് ചെയ്യില്ല. ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഹക്കീബത്തുൻ, ബേഗ് എന്നുള്ളത് ഒരു എന്താണ് നമ്മൾ അതിൻ്റെ മുന്നിൽ യൂസ് ചെയ്യും ഹാദിഹി. അതേപോലെ കുറേ ഇപ്പോൾ വലതെന്നുള്ളത് ഓക്കെ ഹാദ, ബിന്തുൻ ഹാസിഹി ഗേളാണെന്നറിയാം, അതുകൊണ്ട് ഹാസിഹി വരും. പിന്നെ ഹാത്താവ് വരുന്നത് ഫാത്തിമ, ഖദീജ, ആയിഷ, ഇതിലൊക്കെ ഹാത്താവ് വരും. അപ്പോൾ അതിലൊക്കെ നമ്മൾ ഹാസിഹി എന്നാണ് യൂസ് ചെയ്യുക. പക്ഷേ കാസിം, സൈനബ്, ഇബ്രാഹിം, അതൊക്കെ നമുക്കറിയാം ബോയ് ആണ് എന്ന്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യും ഹാസ. ഓക്കെ, അതാണ് അവിടെയുള്ള വ്യത്യാസം. ഇനി വരുന്നത് സാലിക്ക, തിൽക്ക പറഞ്ഞാൽ അവിടെ ദിസ് ആണെങ്കിൽ ഇവിടെ ദാറ്റ് ആയിരിക്കും. ഓക്കെ, ദാലിക്ക വലതുൻ, ദാറ്റ് ഈസ് എ ബോയ്, തിൽക്ക ബിന്തുൻ, ദാറ്റ് ഈസ് എ ഗേൾ. അങ്ങനെ പറയുകയാണെങ്കിൽ അവിടെയാണ് സാലിക്ക, തിൽക്ക. ഓക്കെ, സാലിക്ക പറഞ്ഞാൽ ഒരു ബോയിൻ്റെ കേസും തിൽക്ക ഒരു ഗേളിൻ്റെ കേസിലുമാണ് വരിക. സാലിക്ക നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്, ഹാത്താവ് വരുന്ന കേസൊക്കെ തിൽക്ക ആയിരിക്കും, അല്ലാത്ത കേസൊക്കെ സാലിക്ക ആയിരിക്കും. ഓക്കെ, പിന്നെ അവിടെ കുറേ പേരുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ഉലായിക്ക. നിങ്ങളെല്ലായിടത്തും ഈ ഖുറാനിലൊക്കെ കോമൺ ആയിട്ട് കേട്ടിട്ടുണ്ടായിരിക്കും ഉലായിക്ക. ഓക്കെ, ഉലായിക്ക പറഞ്ഞാൽ കുറേ പേർ, ദോസ്, ഔലാദുൻ, അങ്ങനെ കുറേ കുട്ടികളുണ്ടെങ്കിൽ, കുറേ ആണുങ്ങളുണ്ടെങ്കിൽ, കുറേ പെണ്ണുങ്ങളുണ്ടെങ്കിൽ നമുക്ക് കോമൺ ആയിട്ട് പറയാം ഉലായിക്ക ഔലാദുൻ, ഉലായിക്ക ബനാത്തുൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അസ്മാഉൽ ഇഷാറയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇതിൻ്റെ വർക്ക്ഷീറ്റും കാര്യങ്ങളും വേണമെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്താൽ മതി, ഞാനൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്